ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ റെസിപ്പി വെജിറ്റബിൾ കുറുമയാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടെങ്കിലും അത് ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് അത്ര പെർഫെക്ഷൻ തോന്നിയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ട് പുതിയ ഒരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെജിറ്റബിൾ കുറുമ തയ്യാറാക്കുന്നതിന് വേണ്ടി ഗ്രീൻ പീസ് ഒരു ഓവർനൈറ്റ് ഫുള്ളായി വെള്ളത്തിൽ സോക്ക് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കടല കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് 2 വിസിലടിച്ചിട്ട് വേവിച്ചെടുക്കാം. 2 ക്യാരറ്റും 2 ഉരുളക്കിഴങ്ങും 5 ബീൻസും ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വെന്ത് വന്ന കടലയിലേക്ക് ക്യൂബ്സായി അരിഞ്ഞ ബീൻസും ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്ത് 1 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ചൂടായി വന്ന പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായാൽ 1 ഏലക്കായ്, ചെറിയ 2 കഷ്ണം പട്ട, 3 കറാമ്പു, 1 ചെറിയ ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കാം. സ്പൈസസ് ചൂടായി വന്നാൽ 1 വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം. വഴണ്ടി വന്ന സവാളയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 4 പച്ചമുളക് കട്ട് ചെയ്തത്, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് വാട്ടിയെടുക്കാം. ഇനി 1 ചെറിയ തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് വീണ്ടും വാട്ടിയെടുക്കാം. വാടി വന്നാൽ 10-15 അണ്ടിപ്പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കൂടി നന്നായി ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ വാട്ടിയെടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായി ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ, പിന്നെ ഈ മസാലക്കൂട്ടും കൂടെ ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഫൈനായി അരച്ചെടുക്കാം. ചൂടായ പാനിലേക്ക് ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നേരത്തെ വേവിച്ചെടുത്ത വെജിറ്റബിൾസ് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ വെള്ളം കൂടിപ്പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വെള്ളം കൂടിപ്പോയാൽ കറിയാകെ വെള്ളമായി പോകും. അതുകൊണ്ട് വെള്ളം കൂടുതലുണ്ടെങ്കിൽ അത് മാറ്റിയ ശേഷം വെജിറ്റബിൾസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറി നന്നായി മിക്സ് ചെയ്തെടുത്ത് അല്പം മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് കറി ഒന്ന് കുറുകി വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ചൂടോടുകൂടി തന്നെ അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.